ധാരാളം ടർഫുകൾ ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും എല്ലാം ഉണ്ട്. ഇപ്പോൾ ടർഫുകൾ അസംബ്ലി ഓക്യുപ്പൻസി എന്ന നിലയിലാണ്. അതായത് ഒരു ഓഡിറ്റോറിയത്തിന് സമാനമായിട്ടുള്ള പാർക്കിംഗ് സംവിധാനം ആവശ്യമായിട്ട് വരും. ഇപ്പം ഗാലറി ഇല്ലാത്ത ടർഫുകളാണ് ബഹുഭൂരിപക്ഷവും, മഹാഭൂരിപക്ഷവും അതാണ്. അപ്പോൾ അവിടെ ഇത്രയും വലിയ പാർക്കിങ്ങിൻ്റെ ആവശ്യമില്ല. ഗാലറി ഉണ്ടെങ്കിൽ ശരിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ടർഫുകൾക്ക് പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇളവുകൾ നൽകുന്നതാണ്. സ്കൂൾ, കോളേജ്, ഹോസ്റ്റൽ കെട്ടിടങ്ങൾക്ക് ഫ്ലോർ ഏരിയ അനുസരിച്ചുള്ള കാർ പാർക്കിംഗ് സൗകര്യം നിലവിൽ നിയമപ്രകാരം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതും ലഘൂകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം ഒരു പ്ലോട്ടിൻ്റെ അളവിൽ എന്തെങ്കിലും കാരണത്താൽ വ്യത്യാസം വന്നാൽ, അതായത് വിൽപ്പന, ദാനം, റോഡിന് ഭൂമി വിട്ടു നൽകൽ, ഭൂമി അധികമായി ആർജിക്കൽ തുടങ്ങിയവയുടെ ഫലമായി പ്ലോട്ടിൻ്റെ അളവിൽ വ്യത്യാസം വന്നാൽ അനുവദിച്ച പെർമിറ്റ് റദ്ദാകുന്ന സ്ഥിതിയുണ്ട്. കെട്ടിട നിർമ്മാണത്തിന് മറ്റ് വിധത്തിൽ ചട്ടലംഘനങ്ങൾ വരുത്താത്തവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. ഈ പ്ലോട്ടിൻ്റെ അളവിൽ വ്യത്യാസം വന്നു എന്നതിൻ്റെ പേരിൽ മാത്രം. അപ്പോൾ അതുകൊണ്ട് പ്ലോട്ട് ഏരിയയിൽ കുറവോ കൂടുതലോ വന്നതിന് ശേഷവും ചട്ടലംഘനമില്ലാത്ത പക്ഷം പെർമിറ്റ് നിലനിൽക്കുന്ന നിലയിൽ ചട്ടങ്ങളിൽ മാറ്റം കൊണ്ടുവരും. അത് പെർമിറ്റ് റദ്ദാവാത്ത നിലയിൽ. ഇപ്പോൾ കെട്ടിട നിർമ്മാണങ്ങളുടെ പെർമിറ്റ് കാലാവധി 5 വർഷമാണ്. ഈ 5 വർഷം കഴിഞ്ഞാൽ ഒരു 5 വർഷത്തേക്ക് കൂടി പെർമിറ്റ് നീട്ടുന്നതിന് നിലവിൽ വ്യവസ്ഥയുണ്ട്. പിന്നെ വീണ്ടും പെർമിറ്റിൻ്റെ കാലാവധി നീട്ടേണ്ടി വന്നാൽ സങ്കീർണമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് പ്രവൃത്തിയുടെ ആവശ്യമനുസരിച്ച് 5 വർഷത്തേക്ക് കൂടി, അതായത് ആകെ 15 വർഷം, ഈ നിർമ്മാണ പ്രവൃത്തിയുടെ ആവശ്യമനുസരിച്ച് ലളിതമായ നടപടികളിലൂടെ പെർമിറ്റ് കാലാവധി നീട്ടാനുള്ള സൗകര്യമൊരുക്കും. ഇപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഡെവലപ്മെൻറ്റ് പെർമിറ്റ് എടുക്കാതെ സ്ഥലം ചെറിയ പ്ലോട്ടുകളായിട്ട് വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്ലോട്ട് ഉടമസ്ഥർക്ക് ലഭിക്കേണ്ട പൊതു സൗകര്യങ്ങൾ ഇതുവഴി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ ചെറു പ്ലോട്ടുകളുടെ ഉടമകൾക്ക് പെർമിറ്റ് നിഷേധിക്കപ്പെടുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയുടെ തന്നെ ചില ഉത്തരവുകൾ ഇത് സംബന്ധിച്ച് വരികയുണ്ടായി. ഇത് ഡെവലപ്പറാണ് ചെയ്യേണ്ടത്, പക്ഷെ ഡെവലപ്പർ ചെയ്യാതെ പ്ലോട്ടായിട്ട് വിൽക്കും. വാങ്ങുന്ന സാധാരണക്കാരൻ ഇതുകൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്ന സ്ഥിതി വന്നു. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് ഈ ചെറിയ പ്ലോട്ടുകളുടെ ഉടമസ്ഥർക്ക് പെർമിറ്റ് കിട്ടാത്ത സാഹചര്യം ഒഴിവാക്കിക്കൊണ്ടും, എന്നാൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് നിയമവിരുദ്ധ നടത്തുന്നതിനെതിരെ നടപടി ഉറപ്പാക്കുന്ന തരത്തിലും ചട്ടഭേദഗതി ചെയ്യും. അതായത് ഈ ചെറിയ പ്ലോട്ട് വാങ്ങിയ ആളുടെ താല്പര്യം സംരക്ഷിക്കണം. അയാൾക്കതുകൊണ്ട് പെർമിറ്റ് നിഷേധിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാവരുത്. എന്നാൽ അത് ഈ നിയമലംഘനത്തിന് ഒരു സൗകര്യമായിട്ട് മാറാനും പാടില്ല. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ നടത്തിയ നിയമലംഘനത്തിന് ശിക്ഷ അല്ലെങ്കിൽ നടപടി ഉറപ്പാക്കും. അതേസമയം ഈ വാങ്ങിയ ആൾക്ക് ഇപ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുകയും ചെയ്യും. അതിനുള്ള ഭേദഗതി ചട്ടത്തിൽ കൊണ്ടുവരും. ഇപ്പോൾ കെട്ടിട നിർമ്മാണ പെർമിറ്റ് അപേക്ഷകൾ നിരസിക്കപ്പെട്ടാൽ അപ്പീൽ നൽകേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രൈബ്യൂണലിലാണ്. ട്രൈബ്യൂണൽ തിരുവനന്തപുരത്താണ്. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഇത് വലിയ പ്രയാസമുണ്ടാക്കുന്നു എന്ന ആക്ഷേപമുണ്ട്. ഇക്കാര്യത്തിൽ നിയമവകുപ്പുമായിട്ട് കൂടിയാലോചിച്ച് ഒരു 1ാം അപ്പലേറ്റ് സംവിധാനം ഏർപ്പെടുത്തുന്ന കാര്യം ആലോചിക്കും. അതിൽ നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിയമവകുപ്പിൻ്റെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷം കഴിയുമെങ്കിൽ ഒരു 1ാം അപ്പലേറ്റ് സംവിധാനം ഏർപ്പെടുത്തും. ഇനി ചില കാര്യങ്ങൾ ലൈസൻസുകളുമായി ബന്ധപ്പെട്ടാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന വ്യാപാര, വാണിജ്യ, വ്യവസായ, സേവന ലൈസൻസ് ഫീസ്
കണക്കാക്കുന്നതിനുള്ള സ്ലാബുകൾ പരിഷ്കരിക്കും. കൂടുതൽ സ്ലാബുകൾ കൊണ്ടുവരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരു സൗകര്യം എന്ന നിലയിലാണ്. വ്യാപാരി വ്യവസായി മേഖലകളിൽ നിന്നെല്ലാം ഉള്ള ദീർഘകാലത്തെ ആവശ്യമാണിത്, ഈ സ്ലാബുകൾ വർദ്ധിപ്പിക്കണം എന്നത്. അപ്പോൾ അതിന് ആ ആവശ്യം പരിഗണിച്ച് നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ നഗരസഭകളിൽ നിന്ന് വ്യാപാര ലൈസൻസ് എടുക്കാൻ വൈകിയാൽ വലിയ പിഴയാണ് ഇപ്പോൾ വരുന്നത്. ഭീമമായിട്ടുള്ള പിഴ നിലവിലുണ്ട്. ലൈസൻസ് ഫീസിൻ്റെ 3-4 ഇരട്ടിയൊക്കെ പിഴ വരുന്ന സ്ഥിതിയുണ്ട്. അപ്പം അതിൽ കുറവ് വരുത്തും. നിയമലംഘനമില്ലാത്ത കേസുകളിൽ പരമാവധി ഇത്ര ശതമാനം എന്ന് നിശ്ചയിച്ചത് ലഘൂകരിക്കും. ഇപ്പോഴത്തെ പിഴ ഭീമമാണെന്നത് വസ്തുതയാണ്. ധാരാളം പരാതികൾ ഗവൺമെൻറ്റിന് ലഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഉണ്ടാക്കിയതല്ല കേട്ടോ, അത് ഈ ഗവൺമെൻറ് വന്നിട്ടുണ്ടാക്കിയിട്ടുള്ളതല്ല, നേരത്തെ തന്നെ ഉള്ളതാണ് ആ വ്യവസ്ഥ.